മക്കളെ, എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. അപ്പോൾ ഹബീബി, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗം നിങ്ങളെ പഠിപ്പിക്കാനാണ്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസാനത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ സംഭവം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണെങ്കിലും ഹബീബി, ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് 7 മാർക്ക്, അതായത് 5, 2 അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അവസാനത്തെ സെക്ഷനിൽ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിന് വരും. ചുരുക്കി പറഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു 7 മാർക്ക് കിട്ടിയാൽ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പാസ് മാർക്കിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം മാത്തമാറ്റിക്സിൽ പാസ്സാവാൻ ആകെ 10 മാർക്ക് മതിയടാ. ആ 10 മാർക്കിൽ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഈ ഒരു 7 മാർക്ക് നേടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വരയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചു വെക്കുകയും അതേപോലെ എല്ലാ ക്വസ്റ്റിനും എന്തെങ്കിലും എഴുതി വെക്കുകയും ചെയ്താൽ നിങ്ങൾ പാസ്സായി. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഒരു വലിയൊരു വീഡിയോ ആണിതെന്ന് മനസ്സിലാക്കുക. സംഗതി ചെറിയ വീഡിയോ ആണെങ്കിലും വലിയൊരു വീഡിയോ എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റി മറിക്കും. ഓക്കെ, മാത്തമാറ്റിക്സ് ഇസ് ദ സ്പന്ദനം ഓഫ് ഭൂഗോളം എന്നല്ലേ നമ്മുടെ തിലകൻ സാർ പറഞ്ഞത്. മൂപ്പര് മലയാളത്തിലാണ് പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞതോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്ന വേറെ ഒന്നല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ആ 7 മാർക്ക് കൺഫേം ആണ്. അതേപോലെ തന്നെ ഇനി A+ കിട്ടാനുള്ള കുട്ടികൾക്കാണെങ്കിലും ഇംപ്രഷൻ മേടിക്കാനുള്ള കുട്ടികൾക്കാണെങ്കിലും ഫസ്റ്റ് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണെന്ന് നമ്മുടെ വാല്യുവേറ്റർ മനസ്സിലാക്കിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, ഈ ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും 2 കൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് മക്കളെ മീൻ. മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സലീം കുമാർ ചോദിച്ച മാതിരി വാട്ട് യു മീൻ അല്ലെ, ഐ മീൻ, വാട്ട് മീൻ, തോട്ട് മീൻ, ഈ സാധനമല്ല മക്കളെ. ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മാധ്യം എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇതെന്താ സംഭവം എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അങ്ങനെ പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. കുറെ കുട്ടികൾ ഓൾറെഡി ഇത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് ഫുൾ ആയിട്ട് കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഈ ക്ലാസ് കേൾക്കുക. ദെൻ രണ്ടാമത്തെ കൺസെപ്റ്റ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. ഓക്കെ, അപ്പോൾ ഈ 2 സംഭവം എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ആദ്യം മീൻ അല്ലെങ്കിൽ മാധ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ കുറച്ച് നമ്പറുകൾ ഇതാണ്, കുറച്ച് അംഗൻവാടി കുട്ടികളുടെ ഏജ് ആണ് ഞാൻ ഇന്ന് വെച്ചോ. അംഗൻവാടിയിൽ നമ്മൾ പല ഏജുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇതാണെന്ത്, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, ഒരു അംഗൻവാടിയിൽ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, കിടക്കട്ടെ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. 2 വയസ്സുള്ള കുട്ടിക്ക് എന്താ അംഗൻവാടി കാര്യം എന്നല്ലേ, കിടന്നോട്ടെന്ന്. ഓക്കെ, പിന്നെ ഒരു എന്താ പറയുക, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു അംഗൻവാടി, ഇപ്പം എത്ര ടോട്ടൽ കുട്ടികളുണ്ട്, 5 കുട്ടികളുള്ള ഒരു അംഗൻവാടി. ഓക്കെ, അപ്പോൾ അംഗൻവാടിയിൽ ഉള്ള കുട്ടികളുടെ ഡിഫറൻറ്റ് ഏജ് ആണ് അല്ലേ. 6 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ അംഗൻവാടിയിലുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ അംഗൻവാടിയിലെ കുട്ടികളുടെ വയസ്സിന്റെ മീൻ അല്ലെങ്കിൽ മാധ്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പ്രായം മൊത്തം അങ്ങോട്ട് കൂട്ടാം. ഓക്കെ, അതായത് ടോട്ടൽ എണ്ണം, ടോട്ടൽ സം എന്ന് പറയില്ല, ആകെ തുക. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി വെക്കാം. 3+ നിങ്ങൾ മാധ്യം എഴുതുമ്പോൾ 3+, 4+, 5+, 2+, 6 എത്ര മക്കളെ കൂട്ടിക്കോ, 7, 12, 14, 20 അല്ലേ. ടോട്ടൽ എത്രയാ, 20. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ, ഇപ്പൊ നമുക്ക് ആകെ തുക കിട്ടി, അതായത് ഇവരുടെ വയസ്സിന്റെ ടോട്ടൽ കിട്ടി അല്ലേ. ഇനി ഇതിനെ ഇവരുടെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവരുടെ എണ്ണം എന്ന അംഗൻവാടിയിലെ ടോട്ടൽ എത്ര മക്കളുണ്ട്, 1, 2, 3, 4, 5 അല്ലേ. അതായത് 3 വയസ്സുള്ള ഒരു ചങ്കുണ്ട്, 4 വയസ്സുള്ള ഒരു മച്ചാനുണ്ട്, 5 വയസ്സുള്ള ഒരു സുന്ദരി കുട്ടിയുണ്ട്, പിന്നെ 2 വയസ്സുള്ള ഒരു കുഞ്ഞമ്മീൻ ഉണ്ട്, പിന്നെ 6 വയസ്സുള്ള ഒരു ചങ്ങായി ഉണ്ട്. അപ്പൊ മൊത്തം 5 പേരാ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവന്മാരുടെ വയസ്സിന്റെ ടോട്ടലിനെ നമ്മൾ 5 കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ 20നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര മക്കളെ, 4 20 അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്, 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ അംഗൻവാടിയിലെ കുട്ടികളുടെ വയസ്സിന്റെ, അതായത് അവരുടെ ഏജിന്റെ മീൻ അല്ലെങ്കിൽ മാധ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാ, 4. സംഭവം സിമ്പിൾ അല്ലേ, ഒരൊറ്റ കണക്കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മാധ്യം താറായിക്കോളും. ഓക്കെ മക്കളെ, ഞാനിവിടെ ഒരു 10 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ പ്രായമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പ്രായം തന്നെ ഏജിന് വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ കൂലി തരാം, എന്തും തരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനിവിടെ തൽക്കാലം ഒരു പ്രായം തരാണ്. 10 അംഗങ്ങളുള്ള ഒരു കുടുംബം, പല വയസ്സുകാരായിട്ടുള്ള കുടുംബമാണ്. അപ്പൊ അച്ഛനും അച്ഛനും മുത്തച്ഛനും ആരെങ്കിലൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തായാലും ഒരു വെറൈറ്റി കുടുംബമാണ് അല്ലെ, 10 അംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ ഏജ് ഒക്കെ ഒന്ന് വായിച്ചുതരാം. 12 വയസ്സുള്ള ഒരു മച്ചാനുണ്ട്, അതേപോലെ തന്നെ 20 വയസ്സുള്ള ആളുണ്ട്, 25 വയസ്സുള്ള 33, 45, 15, പിന്നെ 10, പിന്നെ 20, 18, 2 ഇങ്ങനെ 10 ആളുകളാണുള്ളത്. 10 ആളുകൾക്കും ഡിഫറെന്റ് ഏജ് ആണ്. ഇപ്പോൾ ഒരേ ഏജ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും 10 ആളുകളുടെ അവരുടെ ഏജുകൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കുടുംബത്തിന്റെ ഏജിന്റെ മീൻ അല്ലെങ്കിൽ പ്രായത്തിന്റെ മാധ്യം കണക്കാക്കാനാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്ത് ചെയ്യുക, ഈ 10 ആൾക്കാരുടെ വയസ്സും കൂടി അങ്ങോട്ട് കൂട്ടുക അല്ലേ, ടോട്ടൽ സം എടുക്കലല്ലേ. അപ്പൊ ആകെ തുക കാണാൻ നമുക്കങ്ങോട്ട് കൂട്ടിയേക്കാം. നമ്മളൊക്കെ മനക്കണക്കായതുകൊണ്ട് അങ്ങോട്ട് കൂട്ടും തെറ്റി പോയാണ്ട് സഹിച്ചു കേട്ടോ. നമ്മളൊക്കെ പണ്ടേ ഇങ്ങനെ ഇമോഷനൊക്കെ തീരെ ഇങ്ങനെ കൂട്ടലും കുറയ്ക്കലും കുണിക്കലൊക്കെ ഇങ്ങനെ മനക്കണക്ക് ചെയ്ത് ശീലിച്ചവരാണ്, കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ എന്തായാലും നോക്കെ, 12 + 20 32 + 25 32 57 അല്ലെ, 57 + 33 അപ്പൊ എത്രയാ, 60 90 + 45 അപ്പൊ 135 + 15 അപ്പൊ എത്രയാ, 140 150 ആയി, +10 160 ആയി, +20 അപ്പൊ 180
150 പ്ലസ് 18 198 പ്ലസ് 2 200 അല്ലേ. സോ ടോട്ടൽ എത്ര ഉണ്ട്? 200. മക്കളൊന്ന് വേണം കാൽക്കുലേറ്ററിൽ കൂട്ടിയാക്കിയാൽ ശരിയാണോന്ന് നമ്മൾ അങ്ങോട്ട് കൂട്ടിയതാണ്. എന്തായാലും ടോട്ടൽ വരുന്നത് 200 ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഇവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ എത്ര മച്ചന്മാരുണ്ട്? 10 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ 200നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 200/10 എത്രയാ മക്കളെ? സിമ്പിൾ. ഈ 0 വെട്ടിയാൽ ഉത്തരം കിട്ടി. എത്രയാ? 20. അപ്പൊ അവരുടെ ഏജിന്റെ മാധ്യം അല്ലെങ്കിൽ മീൻ എത്രയാ മക്കളെ? 20. അപ്പൊ ഇതെല്ലാവർക്കും കിട്ടിയില്ലേ? ഉറപ്പല്ലേ? ഇനി ഞാൻ മറ്റൊരു സത്യം കൂടി പറഞ്ഞുതരാം. ഇത് ചിലപ്പോഴേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. പണ്ടൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് മീൻ അധികം ചോദിക്കാറില്ല. നിങ്ങളോട് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആണ് ചോദിക്കല്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതാണ്. പക്ഷേ നിങ്ങൾ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ കഷ്ടകാലത്തിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഒരു ചേഞ്ച് ഒക്കെ തോന്നിയാലോ. അപ്പൊ 2 മാർക്കിന് ചിലപ്പോൾ മാധ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടോട്ടൽ കൂട്ടുക, എന്നിട്ട് ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ മക്കളെ? നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ അല്ലെങ്കിൽ മധ്യമാണ്. ആ പേര് തന്നെ ഉണ്ട്, മധ്യമം. മധ്യം അതായത് സെന്ററിലുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ സെന്ററിൽ, നടുക്കഷ്ണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിതവിടെ 3 ആൾക്കാരെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജു, ഇതാണ് ഇവിടെ മ്യായാവി. മ്യായാവിക്ക് 2 കൊമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലെ. ഇത് രാധ. അപ്പം രാധന്റെയും രാജുവിന്റെയും ഇടയിൽ കിടക്കുന്നത് ഇത് രാജു, ഇത് രാജുമോൻ, ഇത് രാധമോൾ അല്ലെ. ദെൻ ഇടയ്ക്ക് കിടക്കുന്നത് മ്യായാവി അല്ലെ. ഓക്കെ, അപ്പൊ രാജുവിന്റെയും രാധയുടെയും ഇടയിൽ കിടക്കുന്നത് ആരാ? മായാവിയാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ കിടക്കുന്ന മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആരാണ്? മായാവിയാണ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? എന്റെ ഈ 5 വിരലിന്റെ സെന്ററിലുള്ള ഈ മച്ചാനല്ലേ എന്റെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം, ഈ വിരലുകളുടെ മധ്യമം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ മക്കളെ? അപ്പൊ ഒരു ചെറിയ സംഖ്യക്കാണെങ്കിൽ നടുക്കഷ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒറ്റ സംഖ്യയാണെങ്കിൽ. എന്നാൽ ഞാൻ ഇവിടെ ഒരുത്തനും കൂടി എഴുതാണ്. ആരാ? ഇവിടെ ഒരു കൊമ്പുള്ള വേറൊരു മച്ചാനും കൂടി. ആരാണ്? ആ സെഡിട്ട് വരുന്ന വേറൊരു മച്ചാനില്ല. ആരാ? നമ്മളെ ലുട്ടുമോൻ, ലുട്ടാപ്പി. ഓക്കെ, അപ്പൊ ലുട്ടാപ്പിയും കൂടി വന്നാൽ ഇതിൽ മീഡിയൻ അല്ലെങ്കിൽ മധ്യം ആരാന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആയില്ലേ? കാരണം എന്താ? നടുവില് രാജു ഉണ്ട്, അതേപോലെ തന്നെ രാധയുണ്ട്, നമ്മളെ മ്യായാവി ഉണ്ട്. ഇതിൽ ആരാ നടുവിൽ നാകെ കൺഫ്യൂഷൻ ആയില്ലേ? കൺഫ്യൂഷൻ വേണ്ട. ഇതൊക്കെ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനിയുള്ള ഈ ഒരു പോർഷനിലൂടെ പഠിക്കാൻ പോണത്. അപ്പൊ രാജും രാധയെ കണ്ടു പോട്ടെ, ഇവന്മാർ ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചില അക്കങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പോവാണ്? മധ്യമം അല്ലെങ്കിൽ മീഡിയം കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് അക്കങ്ങൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് അക്കങ്ങൾ എഴുതാൻ പോവാണ്. 2, 5, അതേപോലെ തന്നെ 6, 3, ഒരു 9. ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു 5 അക്കങ്ങൾ എഴുതി. ഇതിന് മീഡിയൻ ഏതാ വെച്ചാൽ ഏത് ചക്കനും പറയാം. സിമ്പിൾ ആയിട്ട് എന്താണ്? ഇവിടെ 2 ഇവിടുന്ന് 2 ഒഴിവാക്കിയാൽ നടുവിലുള്ളതാരാ? 6 ആണ്. സിമ്പിൾ അല്ലേ? പക്ഷെ എന്നാൽ അങ്ങനെയല്ല, തെറ്റി. അങ്ങനെയല്ല ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. അക്കങ്ങൾ തരുമ്പോൾ അതിന്റെ കറക്റ്റ് മീഡിയം കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിക്കണം. ഓക്കെ, അതെന്താ പറയുക സംഭവം മക്കളെ? നമുക്ക് ഈ തന്നിട്ടുള്ള സംഖ്യ പല വലിപ്പത്തിലുള്ളതല്ലേ. അതായത് ഇതിൽ ചെറിയ സംഖ്യ ഉണ്ട്, വലിയ സംഖ്യ ഉണ്ട് അല്ലെ. ഇങ്ങനെ പലതരത്തിലുള്ള സംഖ്യ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണ് തരാം, പലതരത്തിലുള്ള സംഖ്യകൾ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ മീൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിനെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോഹണ ക്രമം, അതായത് ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതാം. അതല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവരോഹണ ക്രമം, വലുതുനിന്ന് ചെറുതിലേക്ക് എഴുതാം. ഈ വലുതുനിന്ന് ചെറുതിലേക്ക് എഴുതാൻ കുറച്ച് റിസ്ക് ആണ്. നമുക്ക് ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതാം, അത് വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡർ എഴുതാം. നിങ്ങൾ അങ്ങനെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 2 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിലെ മീഡിയൻ കണ്ടെത്താനേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. കുറച്ച് സംഖ്യകൾ തരുക, 5-6 സംഖ്യകളൊക്കെ തന്നിട്ട് അതിലെ മീഡിയൻ കണ്ടെത്താനാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ പല സൈസ് ഉണ്ടാവുമല്ലോ, അതിൽ ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിൽ ഏറ്റവും ചെറുതാര 2 അല്ലേ. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വെട്ടിട്ടോടി ഞങ്ങൾ എഴുതി കുറേ സംഖ്യ 10-15 സംഖ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇത് എഴുതിപ്പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ചിലതൊക്കെ ഒരേപോലത്തെ സംഖ്യ ഡബിൾ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെന്നൊക്കെ വിട്ടിടുക. അപ്പോൾ 2 എടുത്തു നമ്മൾ. ഇനി 2 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ? നോക്ക് 3 ഉണ്ട്. അപ്പോൾ 3 എടുത്തു. പിന്നെ അടുത്ത സംഖ്യ ഏതാ? 3 കഴിഞ്ഞ് 4 ഇല്ല, പക്ഷെ 5 ഉണ്ട്. അപ്പോൾ 5 എടുത്തു. ഓക്കെ, ഇനി 5 കഴിഞ്ഞാൽ പിന്നെ 9 6 ഉണ്ട്. അപ്പോൾ 6 എടുത്തു. പിന്നെ ലാസ്റ്റ് 9 എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടി. ഇത്ര എഴുതിയ മക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾ ആരോഹണ ക്രമമല്ല അസെൻഡിങ് ഓർഡർ എഴുതി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക. ആരോഹണ ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത്ര എഴുതി ഒരുത്തിന് ഉത്തരം കിട്ടാൻ സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോഴും നമുക്ക് എന്താണ് കറക്റ്റ് സെന്ററിലുള്ള നോക്കിയാൽ 5 അല്ലേ. ഇപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 5 ആണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടി. പക്ഷെ ഇതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനും കൂടി മനസ്സിലാക്കിച്ചോണ്ടി. കാരണം കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നടുത്തൊക്കെ കണ്ടുപിടിക്കാൻ കുറെ ടൈം ലാപ്സ് ആവില്ലേ. സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിച്ചാൽ ഇതിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് മക്കളെ? 1, 2, 3, 4, 5 അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തരും എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. നിങ്ങൾ എണ്ണി നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ടോട്ടൽ 5 ആൾക്കാരില്ലേ. ഈ 5 എന്നുള്ളത് ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ നോക്കുക. ഈവൺ ഓഡ്. ഓക്കെ, ഈവൺ എന്ന് പറഞ്ഞാൽ ഇരട്ട, പരട്ടല്ല ഇരട്ട. ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഈ നമ്പർ, അതായത് എത്ര ആൾക്കാർ, ചിലപ്പോൾ കുറെ ആളുകളുടെ എണ്ണമായിരിക്കും, ചിലപ്പോൾ കുറെ മാർക്കുകളുടെ എണ്ണമായിരിക്കും, ചിലപ്പോൾ കുറച്ച് വയസ്സുകളുടെ എണ്ണമായിരിക്കും. എന്തായാലും ആ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ടോട്ടൽ നമ്പറുകൾ ഒരു ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നാണ് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത്. അപ്പോൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ നമ്മൾ വ്യത്യാസം നോക്കളെ 2ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നൊക്കെ ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പറ്റ വീക്കായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാത്ത കുട്ടികളെ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാവുന്ന
അറിയാവുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് 2, 4, 6, 8, 10, 12, 14, 16 എന്നൊക്കെ പറഞ്ഞ് 2ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന എല്ലാ സംഖ്യകളും എന്താണ്? ഇരട്ട സംഖ്യകളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. അതിന് ഈവൺ നമ്പേഴ്സ് ഇംഗ്ലീഷ് പറയും. എന്നാൽ 1, 3, 5, 7, 9, 11, 13 എന്നൊക്കെ പറഞ്ഞു പോകണ 2ന്റെ ഗുണിതങ്ങൾ അല്ലാത്ത സംഖ്യകളില്ലേ, അതാണ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. അപ്പൊ മക്കളെ, നമ്മളിവിടെ 5 ആൾക്കാരുണ്ട് എന്നല്ലേ പറഞ്ഞത് അല്ലെ? ടോട്ടൽ 1, 2, 3, 4, 5 ആൾക്കാരുണ്ട് അല്ലെ? ഈ 5 ആൾക്കാരുടെ വയസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ആണ് ഇവിടെ തന്നത് ഈ 5 ആൾക്കാരുടെ. അപ്പൊ എന്തായാലും 5 ആൾക്കാരുള്ളത് ഇത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണല്ലോ n അല്ലെ? n എന്ന് പറഞ്ഞ നമ്പർ അല്ലെ? അപ്പൊ ഈ n-നെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ 5 നിങ്ങൾ n ഒന്നും പഠിക്കണം, നിങ്ങൾ അങ്ങനത്തെ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട. ഈ ആകെയുള്ള എണ്ണത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? 1 കൊണ്ട് കൂട്ടുക. ഒറ്റ സംഖ്യ അല്ലേ? ഒറ്റ സംഖ്യയാണ് എന്ത് ചെയ്യുക? ആകെ നമുക്കുള്ള എണ്ണത്തിനെ 1 കൊണ്ട് കൂട്ടുക. കൂട്ടിയിട്ട് അതിന് നേരെ പകുതിയാക്കുക. പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക. സിമ്പിൾ. ഓക്കെ. അപ്പൊ 5 + 1 എത്രയാ മക്കളെ? 6. 6/2 എത്രയാ മക്കളെ? 3 അല്ലെ? 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേ? അല്ലെ? അപ്പം നമ്മുടെ ആൻസർ കിട്ടി നമുക്ക് 3. ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് എന്നാണ് അർത്ഥം, അല്ലാതെ 3 അല്ല നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ മുതലുകളിൽ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു 3 കണ്ട ചാടിക്കയറി 3 ഉത്തരം എന്നല്ലേ ഇതുണ്ട്. ഇപ്പൊ 2, 3, 5, 6, 9 എന്നുള്ള അക്കങ്ങളോട് കൂടിയ 5 ചെങ്ങന്മാരുണ്ട്. ഇവന്മാരിൽ മൂന്നാമത്തെ ചെങ്ങായിയാണ് എന്ത്? നടുവിലിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ മൂന്നാമൻ ആരാ നോക്കാം? ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ. കണ്ടോ? 5. ഇത്രയുള്ള കാര്യം. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്തെന്ത്? 5 എന്ന ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു മാർക്കും കിട്ടി. അപ്പം മീഡിയം കണ്ടുപിടിക്കുന്ന മനസ്സിലായില്ലേ? എളുപ്പല്ലേ? ഇനി നമുക്ക് എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾ കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചോദ്യം വരിക, എങ്ങനെയാ മാർക്ക് കിട്ടാന്ന് കൊടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം വീഡിയോ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകരുത്, എല്ലാം ഒന്ന് കാണാം. 7 മാർക്കാണ്, മിസ് ആക്കരുത് കേട്ടോ. ഒരു മോഡൽ എക്സാമിന് കഴിഞ്ഞ വർഷത്തെ ഏതൊരു എക്സാമിന് വന്നിട്ടുള്ള പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ചോദ്യം ഇതാണ്: വെയ്റ്റ്സ് ഓഫ് 11 പ്ലേയേഴ്സ്. ഇവിടെ കണ്ട എണ്ണം തന്നിട്ടുണ്ട്. 11 പ്ലേയേഴ്സ് ഓഫ് എ ഫുട്ബോൾ ടീം. അപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൽ 11 കളിക്കാരുണ്ടാവുമല്ലോ അല്ലെ? ആ 11 കളിക്കാരുടെ വെയിറ്റുകളാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടില്ല. ടോട്ടൽ 11 ആൾക്കാരുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ നിങ്ങളോട് പറഞ്ഞത്? ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ വെയിറ്റ് ഓഫ് ദ പ്ലേയേഴ്സ്. അപ്പോൾ ആ പ്ലേയേഴ്സിന് 11 പ്ലേയേഴ്സിന്റെ മീഡിയൻ വെയിറ്റ് കണ്ടുപിടിക്കാൻ, അതായത് അവരുടെ സെന്ററിൽ നിൽക്കുന്ന ആളുടെ വെയിറ്റ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ഫുട്ബോൾ ടീമിലെ 11 കളിക്കാരുടെ ഭാരം. അതിൽ കളിക്കാരുടെ ഭാരത്തിന്റെ മധ്യം, അതായത് അവരുടെ ഒരു സെൻട്രൽ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ഭാരം എത്രയാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുക? ആരോഹണ ക്രമം, അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതാന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഏത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഏത് നോക്കിയിട്ട് എഴുതിയാലോ? 2 കണക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിലിങ്ങനെ നോക്കി ഏറ്റവും ചെറുത് ഏതാണ്? ഇത് നോക്കി 55 ഉണ്ട്, 65 ഉണ്ട്, 56 ഉണ്ട്, 70 ഉണ്ട്, 54 ഉണ്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 54 ആണ് ഏറ്റവും ചെറുത്. അപ്പൊ നമ്മൾ ഒക്കെ വിട്ടിടട്ടെ, എല്ലാം കൺഫ്യൂഷൻ ആവേ. 54 എഴുതി. അടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ 55 ഉണ്ട്. ചിലതൊക്കെ ഡബിൾ വരും, അതൊക്കെ നോക്കണേ. ഒരേ സംഖ്യനെ റിപ്പീറ്റ് ഒക്കെ എഴുതും, അതൊക്കെ എഴുതണം. ഇനി അടുത്തത് 55 കഴിഞ്ഞാൽ പിന്നെ 56 ഉണ്ട് അല്ലെ? പിന്നെ അപ്പൊ 55 വെട്ടി, 56 വെട്ടി. ഇനി ഏതാ? 56 കഴിഞ്ഞാൽ 57 ഇല്ല, പക്ഷെ 58 ഉണ്ട് അല്ലെ? 58 എഴുതി, 58 വെട്ടി. ഇനി അടുത്തേതാ? 58 കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങൾക്ക് 60 ഇല്ല, 60 ഉണ്ട്. 59 ഇല്ല, 60 ഉണ്ട്. അപ്പൊ നമ്മള് 60 എഴുതി. ഇനി 60 കഴിഞ്ഞാൽ പിന്നെ 62 ആണുള്ളത്. അപ്പൊ 62 എഴുതി. ഇനി 62 കഴിഞ്ഞാൽ 63 ഒന്നില്ല, 65 ഉണ്ട്. അല്ല 65 അല്ല, സോറി, അതിന് മുന്നേ 64 ഉണ്ട്. അപ്പൊ 64 എഴുതി. ഓക്കെ. 64 കഴിഞ്ഞിട്ട് 65 2 ചെങ്ങന്മാർക്ക് 65 കിലോ ഉണ്ട് അല്ലെ? അപ്പൊ 2 എഴുതണം കേട്ടോ. 1 എഴുതിയാൽ പോരാ, 2 എഴുതണം. 65 കാരണം 2 ആൾക്കാരുടെ വെയിറ്റാ, ഒരേ വെയിറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ 65 2 ആൾക്കാരുണ്ട്. ഇനി അടുത്തത് 70. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്താ ഒരു പണി അറിയാം മക്കളെ? ഇവിടെ 11 ആൾക്കാരില്ലേ ടോട്ടല്? നിങ്ങൾ ഇപ്പോൾ എഴുതിയ 11 ആൾക്കാരുണ്ടോ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടില്ല. നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഏതൊന്ന് വിട്ടുപോയില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിലിപ്പോൾ ഏത് ചെങ്ങായിക്കാണ് നമ്മൾ ഇൻഡു മാർക്ക് ഇടാത്തത്? അപ്പൊ ഇവിടെ ഞാൻ ഒരുത്തനെ വിട്ടുപോയിക്കണം, 68. ഓക്കെ. ഇത് ഞാൻ മനഃപൂർവ്വം വിട്ടതില്ല, അറിയാതെ വിട്ടുപോയതാണ്. ഏതായാലും ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എനിക്ക് തെറ്റി, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് തെറ്റും. അപ്പൊ ഇവിടെ ഈ 70 അല്ല ശരിക്കും വരേണ്ടത്. എന്താണ്? 70ന്റെ സ്ഥാനത്ത് 68 ആണ് വരേണ്ടത് അല്ലേ? 68 ആദ്യം ഇതാ, എന്നിട്ട് 70 ഇതാ. ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ. അപ്പം 11 ആൾക്കാരെ നമ്മൾ എഴുതി കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ അല്ലെ? അവരോഹണ ക്രമത്തിൽ എഴുതി. നമുക്ക് ഒരു മാർക്ക് കിട്ടി. നിങ്ങളോട് മാധ്യം അല്ലെങ്കിൽ മീനാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാമായിരുന്നു? 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുമായിരുന്നു. നമ്മൾ അതല്ല ചോദിച്ചത്. നമ്മളോട് ചോദിച്ചെന്താ? മധ്യമം അല്ലെ? അവിടെ കണ്ടോ? മധ്യമം അല്ലെങ്കിൽ മീഡിയൻ. ആ പേര് മാറരുത് കേട്ടോ, മീഡിയൻ ആണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ടോട്ടൽ എണ്ണം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കണം. 11 എന്നുള്ള 2ന്റെ ഗുണിതല്ലല്ലോ മക്കളെ. അപ്പൊ അത് ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ് അല്ലെ? ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടോട്ടൽ എണ്ണത്തെ, 11 എന്ന് പറഞ്ഞ എണ്ണത്തെ 1 കൊണ്ട് എന്ത് ചെയ്യണം? കൂട്ടണം അല്ലെ? എന്നിട്ട് അതിനെ 2 കൊണ്ട്
ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പൊ നമുക്കറിയാം 11 + 1 എത്രയാ? 12. 12/2 എത്രയാ? 12/2 6 അല്ലേ? അപ്പൊ 6 എന്ന് നമുക്ക് കിട്ടി. 6 എന്നല്ല, 6ാമത്തെ 6th അല്ലേ? അതായത് ഈ പറഞ്ഞ കൂട്ടത്തിൽ 6ാമത്തെ സ്ഥാനത്തുള്ള വെയിറ്റ് ആണ് സെൻട്രൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ മീഡിയൻ അല്ലേ? അപ്പൊ നമുക്ക് എണ്ണാം 1 2 3 4 5 6. അപ്പം ഈ 62 എന്നുള്ളതാണ് നമ്മുടെ മീഡിയൻ എന്ത് വെയിറ്റ്. അപ്പൊ നിങ്ങൾ 62 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അടുത്തൊരു മാർക്ക് കൂടി കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇതിനതിന് ഒരു മാർക്ക്, ഇങ്ങനെ ഇതിനതിന് ഒരു മാർക്ക്, ടോട്ടൽ 2 മാർക്ക് കിട്ടി. സംഭവം എളുപ്പമല്ലേ മക്കളെ? എളുപ്പമല്ലേ? എളുപ്പമായവർ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വല്ല മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ ഇത് കിട്ടിയല്ലോ. ഇത് നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 പുറത്തേക്ക് ഉണ്ട്. 1 2 3 4 5 5 പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം രാവണന്റെ മാരിയല്ലേ, 10 തലയുള്ള ഒരു കൊമ്പനാണ് നമ്മൾ 62 അല്ലേ? അപ്പൊ എന്തായാലും ഉത്തരം കിട്ടിയില്ല മക്കളെ. നമുക്ക് ഇതേപോലെ പരീക്ഷയ്ക്ക് വന്ന വേറൊരു ചോദ്യം കൂടി നോക്കാം. ഇവിടെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് എങ്ങാനും ചോദിച്ചൊരു ചോദ്യമാണ്. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ഫസ്റ്റ് 9 ഈവൻ നമ്പേഴ്സ്. കണ്ടോ, അതായത് ആദ്യത്തെ 9 ഇരട്ട സംഖ്യകളുടെ മധ്യമം കാണാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അന്തം വിടും, അയ്യോ ഇതിന് നേരത്തെ മാതിരി നമ്പറും തന്നിട്ട് ചിലപ്പോൾ എന്താ ചെയ്യാന്ന്. വളരെ സിമ്പിൾ ആണ്. ഒന്നോട് എന്താ പറഞ്ഞേ? ആദ്യത്തെ 9 ഇരട്ട സംഖ്യകൾ. ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ? ആദ്യത്തെ ഒറ്റ സംഖ്യ 1 അല്ലേ? ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ? 2ന്റെ കൂടി വരുന്നത് 2 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ 9 ഇരട്ട സംഖ്യകൾ എടുത്താൽ പോരെ? 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇരട്ട സംഖ്യ ഏതാ? 4. 2ന്റെ കൂടെ പട്ടി ഇങ്ങനെ ചെല്ലിപ്പോയാൽ പോരെ അല്ലേ? ആദ്യത്തെ 9 എണ്ണം നോക്കണം. അപ്പൊ 2 4 6 8 10 12 14 16 18. ഓക്കെ, നോക്കിയാ 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ആദ്യത്തെ 9 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ 9 ഈവൺ നമ്പേഴ്സിന്റെ മധ്യമം കാണാനല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. കാരണം എന്താ? നിങ്ങൾ ഇപ്പൊ അസെൻഡിങ് ഓർഡർ തന്നെയല്ലേ എഴുതിയത് അല്ലെ? ആദ്യത്തെ 9 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ അവരോഹണ ക്രമത്തിൽ തന്നെ എഴുതി. അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിന്റെ മധ്യമം കാണാൻ എളുപ്പമല്ലേ? ടോട്ടൽ എണ്ണം 9 എന്ന് തന്നിട്ടില്ലേ അല്ലെ? 9 എണ്ണാണ് ഉള്ളത്. അപ്പൊ 9 എണ്ണം എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ അല്ലേ? ഒറ്റ സംഖ്യയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നമ്പറിന് 1 കൊണ്ട് കൂട്ടുന്നു, 2 കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ എത്രയാ? 10/2. അതായത് 5ാമത്തെ അല്ലെ? 5th പൊസിഷനിലുള്ള 5 എന്നാണ്. 5th പൊസിഷനിലുള്ള ഒരു മച്ചാനാണ് ഇതിന്റെ സെന്ററിൽ നിൽക്കുന്നത്. അപ്പൊ എത്രയാ? 1 2 3 4 5. ഈ 10ാമനാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും നടുവിലുള്ള മീഡിയൻ. അപ്പോൾ ആൻസർ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 മാർക്കും കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ മക്കളെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഒറ്റ സംഖ്യകൾ, അതായത് ഓഡ് നമ്പർ ആയിട്ട് വരുന്ന ഒരു കൂട്ടം നമ്പേഴ്സിന്റെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാനാണ്. അപ്പൊ അത് വളരെ എളുപ്പം നമ്മൾ മനസ്സിലാക്കി. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടോട്ടൽ എണ്ണത്തെ 1 കൊണ്ട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു പൊസിഷൻ കിട്ടും. ആ പൊസിഷനിൽ വരുന്ന സംഖ്യയാണ് നമ്മുടെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. എന്നാൽ മക്കളെ, ചിലപ്പോൾ ഇരട്ട സംഖ്യകൾ, അതായത് ഈവൺ നമ്പേഴ്സ് ആയിട്ട് നമ്മുടെ ടോട്ടൽ നമ്പർ വരും. അങ്ങനെ വരുമ്പോൾ കുഴപ്പം എന്താ മക്കളെ? നടുവിൽ 2 ആൾക്കാർ വരും. 2 ആൾക്കാർ വരുമ്പോൾ അല്ലെ 2 അക്കങ്ങൾ വരും. ആ 2 അക്കങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ സെന്റർ കണ്ടുപിടിക്കുക എന്നുള്ളത് മറ്റൊരു ട്രിക്കിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് നമ്പറുകൾ ഇടുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. 2 3 5 അതേപോലെ തന്നെ 1 പിന്നെ 10 9. ഓക്കെ, 3 6. ഒരു 6 അക്കമുള്ള ഞാൻ എന്ത് ചെയ്തു? 3 6 എന്താണ് അംഗങ്ങളുള്ള ഒരു കുടുംബം എന്തെങ്കിലാണെന്ന് വിചാരിച്ചോ, അവിടുത്തെ ഒരു പ്രായമോ എന്തെങ്കിലും ഞാൻ എഴുതി. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റത്തിന് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം. ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ചെറുത് 1 ആണ് അല്ലെ? പിന്നെ 2 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പിന്നെ 9 ഉണ്ട്, പിന്നെ 10 ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആരോഹണ ക്രമത്തിൽ എഴുതി. പക്ഷെ ഇവിടെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് സെന്റർ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഇതിൽ 1 2 3 4 5 6 ആൾക്കാരുണ്ട്. സെന്റർ കണ്ടുപിടിക്കാറിനാൽ 1 കൂടുതൽ ആൾക്കാർ 2 ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ എണ്ണം 6 അല്ലേ? 1 2 3 4 5 6. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ടോട്ടൽ എണ്ണത്തിനെ +1/2 അല്ലേ ഇട്ടീനത്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ നമ്മുടെ എന്താണ് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ, ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞത് ഒരു ഈവൺ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇരട്ട സംഖ്യ കിട്ടിയ നമ്പറിനെല്ലാം ടോട്ടൽ എണ്ണത്തിനെ നേരെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടിയില്ലേ? എത്രയാ? 3 അല്ലേ? 3 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3ാമത്തെ പൊസിഷനുള്ള ഒരുത്തൻ ഇതിന്റെ സെന്ററിലുള്ളവനാണ്. ആരാ? 1 2 3 അല്ലേ? ഈ 3ാമൻ എന്താ സെന്ററിലുള്ള? ഇതിപ്പോ നമ്പർ ഈക്വലായി വന്നുകൊണ്ടാണ്, അറിയാതെ വന്നതാണ്. എന്തായാലും 3ാമത്തെ നമ്പറിലുള്ളവൻ സെന്ററിലുള്ളവനാണ്. പക്ഷെ ഇവൻ മാത്രമാണോ സെന്ററിൽ? അല്ല, ഒരുത്തനും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, തൊട്ടടുത്ത നമ്പറും കൂടി നമ്മൾ എടുക്കുക. 3ാമനും 4ാമനും സെന്ററിലാണ്. അപ്പൊ എത്രയാ? 3ഉം 5ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ പ്രശ്നമായി. എന്താ? 3ഉം 5ഉം സെന്ററിലാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പറിലേക്ക് കിട്ടേണ്ടത് 3 അല്ല 5 അല്ല, ഇതിന്റെ ഇടയിലുള്ള നമ്പറാണ് കറക്റ്റ് മീഡിയൻ. അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 കൂടി കൂട്ടുക. 3 + 5 ഇത് 2 കൂടി കൂട്ടുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര? 3 + 5 എന്ന് പറഞ്ഞാൽ 8 അല്ലേ മക്കളെ? 8/2 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 4. മീഡിയൻ എത്രയെന്ന് വെച്ചാൽ 4 ആണ്. ഓക്കെ, അപ്പൊ ഈ നമ്പറിന്റെ മീഡിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊരു പ്രായമാണെങ്കിൽ അതിന്റെ മീഡിയൻ വയസ്സ് എത്രയെന്ന് വെച്ചാൽ ആൻസർ എത്രയാ? 4. അപ്പൊ ഇരട്ട സംഖ്യന്റെ കണ്ടുപിടിക്കുന്നത് വേറെ തന്നെ
മെത്തേഡാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി വലിയൊരു ചോദ്യം നോക്കാം. ഓക്കെ മക്കളെ, ഞാനിത് അവിടെ 8 അംഗങ്ങളുള്ള ഒരു ഫാമിലിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നെ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 8 കുട്ടികളുള്ള ഒരു സ്കൂളിൽ എന്താണ് ഒരു മാർക്കാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് വിചാരിക്കുക. ഒരു ക്ലാസ്സിലെ ഒരു മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കിന്റെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 7 അല്ലെങ്കിൽ ഒരു 9 ഒക്കെ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിനെ 1 കൊണ്ട് കൂട്ടിയാണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടും. അത് സെന്റർ ആയിരിക്കും, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇതിന്റെ സെന്ററിലുള്ള 2 നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടതാ ഇതിന് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതണം. അതെന്തായാലും ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ചെറുത് ഏതാ 9. അതേ ഇനി 9 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ മേലെ 15 അല്ലേ? 15 എഴുതി. ഇനി അതിന്റെ മേലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 18 ഉണ്ട്. അപ്പോൾ 18 എഴുതി. ഇത് ശരിക്കും നോക്കണട്ടെ, ഏതാ വലുതെന്ന് മാറിപ്പോരുതേ. പിന്നെ 18 കഴിഞ്ഞാൽ പിന്നെ 19 ഉണ്ട്, പിന്നെ 20 ഉണ്ട്, പിന്നെ 26 ഉണ്ട്, പിന്നെ വേറെ ഉള്ളത് 35 ഉണ്ട്, പിന്നെ 40 അല്ലേ? അപ്പം നമ്മൾ 8 ആൾക്കാർ രീതിയില് എണ്ണി വെക്കാം. 1 2 3 4 5 6 7 8 8 ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആരും വിട്ടുപോയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ, നമുക്ക് നേരത്തെ മാറ്റത്തെ ഒരു കാര്യമാണെങ്കിൽ നോർമലി നമുക്ക് ഇപ്പോൾ ഒരു ഒറ്റ സംഖ്യ ഒക്കെ ആണെങ്കിൽ ഇതൊരു 7 അല്ലെങ്കിൽ 9 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ 1 അതായത് 7 1 കൊണ്ട് കൂട്ടുക, അല്ലെങ്കിൽ 9 1 കൊണ്ട് കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് സ്ഥാനം കിട്ടും. അത് സെന്ററിലുള്ള സ്ഥാനമായിരിക്കും, നമുക്ക് ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും സെന്ററിലുള്ള 2 ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഇരട്ട സംഖ്യ ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ എണ്ണം എത്ര, ടോട്ടൽ എണ്ണം ഉള്ളത് 8 അല്ലേ? ടോട്ടൽ 8 ആൾക്കാരുള്ളത്. ആ 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 എന്നുള്ള ഒരു ആൻസർ കിട്ടി. അതായത് 4 എന്ന് പറഞ്ഞാൽ 4th അല്ലേ? അതായത് ഈ കൂട്ടത്തിൽ 4-ആമൻ സെൻട്രലുള്ളവനാണ്. ഓക്കെ, അപ്പോൾ 1 2 3 4 4-ആമൻ ആരാ? 19-ആമനാണ് അല്ലേ? അപ്പോൾ 19 എന്നുള്ള ഈ നമ്പർ എന്താണ് സെൻട്രലുള്ള നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവ മാത്രമല്ലല്ലോ സെൻട്രലുള്ളത്, അല്ല തൊട്ടടുത്ത നമ്പറും സെൻട്രലുള്ളവനാണ്. അപ്പൊ 4-ആമനാണെങ്കിൽ 5-ആമനും, ഓക്കെ 5-ആമനാണെങ്കിൽ 6-ആമൻ, 7-ആമനാണെങ്കിൽ 8-ആമൻ. അപ്പോൾ ഇവിടെ ആരാ 5-ആമൻ? 20 അല്ലേ? അപ്പൊ 19 20 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറും സെൻട്രലുള്ള നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ. അതായത് ഈ 2 ആൾക്കാരും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും നമ്മുടെ മീഡിയൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഈ 2 നമ്പർ കൂടിയാണ് കൂട്ടുക, 19 + 20, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. 19 + 20 എന്ന് പറഞ്ഞാൽ എത്രയാ? 39 ആണ്. 39/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വെരി സിമ്പിൾ ആണ്. ഒന്ന് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കണ്ടി. 19.5 എന്ന് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 2 സംഖ്യകളുടെയും ഇടയിലുള്ള മീഡിയൻ നമ്പർ എത്രയാണ്? 19.5 ആണ്. അപ്പൊ ഒരു ഇരട്ട സംഖ്യ വന്നാലും എങ്ങനെയാ മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായില്ലേ? ഈസി അല്ലേ? വലിയ ടിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. ആ ടിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം, നോക്ക്. ദ മാർക്സ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ മാത്സ് ടെസ്റ്റ് ആർ ഗിവൺ ഇൻ അസെൻഡിങ് ഓർഡർ ബിലോ. അതായത് ഈ താഴെ എഴുതിയിട്ടുള്ളത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് എഴുതിയത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. അതായത് കറക്റ്റ് അവരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുള്ള മാർക്കുകളുടെ ലിസ്റ്റാണ്. ഒരു ക്ലാസ്സിൽ മാത്സിന്റെ ടെസ്റ്റ് നടത്തി, അപ്പോൾ 8 പേരാണ് പരീക്ഷ എഴുതിയത്. ആ 8 പേർക്ക് കിട്ടിയ മാർക്കാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ മക്കളെ, ഇതിൽ ഒരുത്തന്റെ മാർക്ക് ടീച്ചർ എഴുതിയിട്ടില്ല. ഓക്കെ, അതായത് എക്സ് നട്ടത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതും ആ എക്സ് എഴുതിയ മാർക്കാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ഇവിടെ മീഡിയൻ മാർക്ക് മധ്യമ മാർക്ക് 34 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മീഡിയൻ അല്ലെങ്കിൽ മധ്യമല്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്തു, മധ്യമം അല്ലെങ്കിൽ മീഡിയൻ നിങ്ങൾക്ക് തന്നു. അതോടെ പെട്ടു കുറെ കുട്ടികൾ അല്ലേ? മധ്യമം തന്നു, ഇനിയിപ്പോൾ എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മൾ മധ്യമം കണ്ടുപിടിക്കാനുള്ള കാര്യമല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ എക്സിന്റെ വില കാണാനാണ്, എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇത് വളരെ സിമ്പിൾ ആണോ? ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മധ്യമം കാണാനുള്ള ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയാൽ പോരെ. ഇത് ഇരട്ട സംഖ്യയാണോ വരട്ട സംഖ്യയാണോ? ഇത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഇരട്ട സംഖ്യ അല്ലേ? ടോട്ടൽ 8 ആൾക്കാരല്ലേ ഉള്ളത്? 8 ആൾക്കാരാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 8/2 അല്ലെ? ടോട്ടൽ എണ്ണത്തിന് നമ്മൾ 2 കൊണ്ടായിരിക്കുന്നു. അപ്പൊ എന്ത് കിട്ടി, 4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇത് വേണമെങ്കിൽ ഒന്ന് താഴത്തേക്ക് എഴുതിയിരിക്കട്ടോ. നിങ്ങൾക്ക് 20 താഴത്തേക്ക് എഴുതിയിരിക്കാറോ? നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതിയിരിക്കാം. 20 20 24 32, പിന്നെ എക്സ്, പിന്നെ 40 45 48. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, ഇതിൽ ടോട്ടലി 8 ആൾക്കാരുണ്ട്. 1 2 3 4 5 6 7 8 ആൾക്കാരുണ്ട്. ഈ 8 ആൾക്കാരുടെ മീഡിയൻ 2 ആൾക്കാരുണ്ട്. അല്ലെ മീഡിയൻ നമ്പർ ആയിട്ട് നമുക്ക് 2 ആൾക്കാരെ കിട്ടില്ലേ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. 8/2 എടുത്തപ്പോൾ 4th പൊസിഷനിലുള്ള ഒരുത്തനാണ്, സെൻട്രലുള്ള ഒരുത്തൻ. 1 2 3 4 32 ആണ്. അടുത്ത ആളാരാ? എന്നാൽ 4th 5th പൊസിഷനല്ലേ? 5th അല്ലേ? അടുത്ത ആൾ ആരാണെന്ന് പറഞ്ഞത് നമ്മുടെ എക്സ് ആണ് അല്ലേ? അപ്പൊ ഈ എക്സിന്റെയും 32ന്റെയും ഇടയിലുള്ള നമ്പർ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 34 തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മീഡിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, 34 ആണ്. അപ്പൊ ആ 34 അതായത് 32നും പിന്നെ എക്സിനും ഇടയിൽ 34 തന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഇക്വേഷൻ അതേമാതിരി രീതി കൂടെ നമ്മൾ സാധാരണ എന്താ ചെയ്യല്, ഇങ്ങനെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 നമ്പറിനെ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്ക് മീഡിയം കിട്ടല്. അപ്പൊ നമുക്ക് ഇവിടെ ഇതാ എന്താണ് 32 + x/2 അല്ലെ? നമ്മൾ നേരത്തെ ഇത് അതേപോലെ തന്നെ എക്സ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, 2. അങ്ങനെ കിട്ടുന്ന ഉത്തരമാണ് മീഡിയം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ഈ മീഡിയം നമുക്ക് ഇവിടെ എത്രയെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 34. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ സിമ്പിൾ ആണ്. നിങ്ങൾ ചെറിയ
ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഗുണനം എന്തെന്ന് വെച്ചാൽ ഹരണമായിട്ട് മാറും, കൂട്ടൽ കുറയ്ക്കലായിട്ട് മാറും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ. അപ്പൊ ഞാനിവിടെ പറഞ്ഞുതരാം അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്. മേലുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ, 32 + x എന്നുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ. പകരം ഈ താഴെയുള്ള 2നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകും, 34 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പം 32x = 34 അവിടെ തന്നെ നിർത്തുക. ഓക്കെ, 34 അനക്കരുത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. 34 അവിടെ തന്നോ. ഈ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇത് ബൈ അല്ലേ, ഡിവൈഡഡ് അല്ലേ, ഹരിക്കണേ. ഹരണത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണത്തിന് നേരെ ഓപ്പോസിറ്റ് എന്താ, ഗുണനമായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പൊ 34 ഗുണിക്കണം 2. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 32 + x = 34 ഗുണിക്കണം 2 എത്രയാ, 68. ഇത്രയും കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. സമത്തിന്റെ എക്സിനെ ഇവിടെ തന്നെ നിർത്തുക. അപ്പം ഞാൻ താഴത്തേക്കാണ് ഇതുണ്ട്, ഞാൻ ഇവിടെ ഇതാണ് x സമം. ഓക്കെ, 68 സമത്തിന്റെ അപ്പുറത്തുള്ള അവിടെ തന്നെ നിർത്തുക, 68. ഇനി ഇവിടെയുള്ള ചിഹ്നം ഏതാ, പ്ലസ് അല്ലേ. ഈ പ്ലസിനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും, മൈനസ് ആവും. മൈനസ് എത്രയാ, 32. ഈ 32നെ അപ്പുറത്ത് കൊണ്ടുപോകല്ലേ, 68 - 32 എത്രയാ മക്കളെ, 36. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി 36. അപ്പൊ ശരിക്കും ഇവിടെ എത്ര വേണ്ടത്, 36 വേണ്ടേ. അപ്പൊ ഈ 32നും 36നും ഇടയ്ക്കുള്ള ആ നമ്പറാണ് മീഡിയൻ ആയിട്ട് നമുക്ക് 34 കിട്ടിയെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ 32 36 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിടൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്തൂലേ. പക്ഷേ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. മിക്കവാറും ഞാൻ നേരത്തെ തന്നമാതിരി ആദ്യത്തെ 9 ഇരട്ട സംഖ്യകളുടെ തുകയോ അതല്ലെങ്കിൽ കുറെ നമ്പർ എന്നിട്ട് അതിന്റെ മീഡിയം കണ്ടുപിടിക്കാനുള്ള എളുപ്പമുള്ള ചോദ്യമായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് പ്രശ്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ാമത്തെയോ 4ാമത്തെയോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മക്കൾ തെറ്റിക്കരുത്, 2 മാർക്കും വാങ്ങണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. മക്കളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ലാസ്റ്റിലേക്കായിട്ട് എന്ത് ചെയ്യും, ഇതുപോലൊരു ചോദ്യം കാണാം. ഇവിടെ ഇപ്പം 32ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 32ാമത്തെ 22ാമത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് കാണാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ 1ഓ 2ഓ ചോദ്യങ്ങളും കാണാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കുന്ന മധ്യമൊക്കെ കണക്കാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ മീഡിയൻ ഒക്കെ കണക്കാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് 5 മാർക്ക് ഇതിൽ വാങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇംപ്രഷനും കിട്ടും, ജയിക്കാനുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ജയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ കാണാതെ അതേപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ശരാശരിക്കാരനായ കുട്ടിക്കും എളുപ്പത്തിൽ 5 മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഇതിപ്പോൾ ഈ മലയാളം മീഡിയത്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിർത്താൻ സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, ശ്രദ്ധിക്കുക. ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുറെ തൊഴിലാളികളുണ്ട്, ഒരു കമ്പനിയിലാണ് കുറെ തൊഴിലാളികൾ ഉണ്ടെന്ന് വിചാരിക്കാം. അവരുടെ ദിവസക്കൂലിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ദിവസക്കൂലി തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ വൈദ്യുതി ബില്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ കുറെ പ്രായം തരാം. അപ്പൊ എന്ത് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്തേണ്ട മെത്തേഡ് മൊത്തം സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 2 ബോക്സിലാണ് ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഇവിടെ നോക്ക്, ഒരു ഭാഗത്ത് ദിവസക്കൂലി, ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലി തന്നിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് തൊഴിലാളികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ആകെ തൊഴിലാളികളുടെ എണ്ണം ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എത്രയാ, 35 ആണ്. അപ്പൊ ടോട്ടൽ ഒരു കമ്പനിയിൽ 35 ആൾക്കാരുണ്ട്. ആ 35 ആൾക്കാരിൽ 5 ആൾക്കാർക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ 500നും 600നും ഇടയിലാണ്. ഓക്കെ, ദെൻ 7 ആൾക്കാർക്ക് 600നും 700നും ഇടയിൽ കൂലി കിട്ടുന്നുണ്ട്, 10 ആൾക്കാർക്ക് 700നും 800നും ഇടയിൽ കൂലി കിട്ടുന്നുണ്ട്, പിന്നെ 8 ആൾക്കാർക്ക് 800നും 900നും ഇടയിൽ കിട്ടുന്നുണ്ട്, 5 ആൾക്കാർക്ക് 900നും 1000നും ഇടയിൽ കൂലി കിട്ടുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ എന്താന്ന് വിചാരിച്ചാൽ ഇവർ ഈ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ക്രമീകരിച്ചാൽ ഒരു ടേബിൾ ആക്കി ക്രമീകരിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചത്, അതായത് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഇടേണ്ടത്. ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ എത്രാമത്തെ തൊഴിലാളിയുടെ കൂലിയാണ് നമ്മൾ മധ്യമമായിട്ട് എടുക്കേണ്ടത്, അതായത് മീഡിയൻ ആയിട്ട് എടുക്കേണ്ട കൂലി, മീഡിയൻ വേജ് എത്രയായിരിക്കുന്നതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെൻട്രലുള്ള വേജ് എത്രയായിരിക്കുന്നത് അത് കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ എണ്ണം ഇവിടെ നമുക്ക് 35 തന്നിട്ടില്ലേ, ഒറ്റ സംഖ്യ അല്ലേ, ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന് 1 കൊണ്ട് കൂട്ടി 2 കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ സ്ഥാനമാണ്, മീഡിയൻ വേജ് എന്ന് കിട്ടും. അപ്പൊ അത് ഒറ്റയടിക്ക് തന്നെ കിട്ടും, അതിനിപ്പോൾ ബോക്സ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് തന്നെ കിട്ടും. അടുത്ത ചോദ്യം ഇതാണ്, 13ാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി സങ്കല്പ പ്രകാരം ഏകദേശം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അസ്യൂംഡ് മീഡിയൻ വേജ് എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചത്, 13ാമത്തെ തൊഴിലാളിയുടെ. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ അതിൽ 13 ഒന്നും കാണുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഒരു ബോക്സ് വരയ്ക്കണം. ആ ബോക്സ് വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് 13ാമത്തെ തൊഴിലാളിയുടെ കൂലി കിട്ടും. ഇനി ആ 13ാമത്തെ തൊഴിലാളിയുടെ കൂലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്, ദിവസക്കൂലിയുടെ മധ്യമം കണക്കാക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി എത്രാമനാണ് അല്ലെങ്കിൽ എത്രാമന്റെ കൂലിയാണ് മീഡിയൻ എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. ആ കണ്ടെത്തിയതിന്റെ കൂലി എത്രയാണെന്നാണ് ലാസ്റ്റ് നിങ്ങളോട് ചോദിച്ചത്. അപ്പം വളരെ ഈസി ആയിട്ട് 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇതിന്റെ മൊല്ലത്തിന് ഉത്തരം കണ്ടെത്താം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടെത്താം. ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടണം അല്ലേ, 32. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ബോക്സ് ഇതേപോലെ ഒന്ന് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ബോക്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ വരയ്ക്കണമായിരുന്നു വരച്ചുകൂടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയിൽ വരയ്ക്കണം, എന്നാലും നിങ്ങൾക്ക് കുറച്ചൊരു ഇംപ്രഷൻ ആവുള്ളൂ. ഒന്നുകിൽ പെൻസിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പേന കൊണ്ട് വരയ്ക്കുക. ഓക്കെ, എന്തായാലും വൃത്തി വേണം, വെട്ടും കുത്തൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 2 ബോക്സ് ആക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ദിവസക്കൂലി, ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഡെയിലി വേജസ്. ഓക്കെ, പിന്നെ അടുത്ത് തൊഴിലാളികളുടെ എണ്ണം, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, തൊഴിലാളികളുടെ എണ്ണം ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ തന്നത് അത് അതേപോലെ ഇതാ. ഇവിടെ ഇപ്പോൾ വേറെ എന്തെങ്കിലും എന്താ ബില്ലിങ്ങിന്റെ എന്താ സാധനങ്ങളാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ നമ്മുടെ ഏജസ് ആണെങ്കിൽ അത്, എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇതാ. ഓക്കെ, ഇനിയാണ് നിങ്ങളുടെ കളി. ഇനി ഈ താഴെയുള്ള നമ്പറുകൾ ഇതേമാതിരി എഴുതരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നോക്കും മക്കളെ, 600ന്റെ താഴെ കൂലി കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട്, അതായത് 500നും 600നും ഇടയിൽ
എന്ന് പറഞ്ഞാൽ 600 താഴെയില്ലേ, 600 താഴെ കൂലി കിട്ടുന്ന 5 ആൾക്കാരില്ലേ കമ്പനിയിലുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാ എന്താ ബിലോ, ശ്രദ്ധിക്കട്ടോ, ബിലോ. ചില ആൾക്കാർ അപ് ടു എന്ന് എഴുതുന്നുണ്ട്, അങ്ങനെ എഴുതണം, അങ്ങനെ എഴുതാം. പക്ഷെ നല്ലത് ബിലോ എന്ന് എഴുതുന്നതാണ്. മലയാളത്തിലാകുമ്പോൾ താഴെ എന്ന് എഴുതുന്നതാണ് നല്ലത് കേട്ടോ, വരയെന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് താഴെ എന്നാണ്. അപ്പൊ ബിലോ 600, അതായത് 600 താഴെ. മലയാളത്തിൽ എഴുതുമ്പോൾ 600 താഴെ എന്ന് എഴുതിയാൽ മതി, അത്ര എഴുതിയാൽ മതി, വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എഴുതണ്ട. അപ്പൊ ബിലോ 600, 600 താഴെ കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാർ. അപ്പൊ ഇവിടെ 5 എഴുതാ, എന്നിട്ട് ആ ബോക്സ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇംപ്രഷൻ കിട്ടും, പെൻസിലോട് ചെയ്താൽ മതി. ഇതിനടുത്ത് 700 താഴെ എത്ര പേരുണ്ട്? അപ്പൊ ബിലോ എത്രയാ? 700 എന്നിടുക. ഓക്കെ, 700 താഴെ എത്ര ആളുണ്ട്? 7 അല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 700 താഴെ എന്ന് പറഞ്ഞാൽ ഈ 600, 500 ഒക്കെ 700 താഴെ അല്ലേ. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടണം, അതായത് ഈ 5നും 7നും കൂട്ടുക. അപ്പൊ എത്ര? ടോട്ടൽ 12 ആൾക്കാർക്ക് 700 രൂപയിൽ താഴെ ആ കമ്പനി കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 12 എന്ന് എഴുതണം. ഓക്കെ, 12 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടി കൂട്ടുക, 7ഉം 5ഉം കൂട്ടിയാൽ 12 ആയി. ദെൻ അത് കഴിഞ്ഞു. ഇനി അടുത്തേതാ? 800 താഴെ. അടുത്തേതാണ് 800 അല്ലേ? 800 താഴെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതണം കേട്ടോ, 800 താഴെ അല്ലെങ്കിൽ ബിലോ 800 ഇങ്ങനെ എഴുതണം. ഇംഗ്ലീഷ് മീഡിയക്കാരാണ് ബിലോ 800, മലയാളം മീഡിയക്കാരാണെങ്കിൽ 800 താഴെ എഴുതാം. ദെൻ 800 താഴെ എഴുതിയാൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ നമുക്ക് ഇവിടെ തന്നെ 12 കിട്ടിയില്ല, 5 + 7 12 കിട്ടി. ഇനി ആ 12നെ 10 കൊണ്ട് കൂട്ടുക. ഓക്കെ, അപ്പൊ 22. ഈ 12നെ ഈ 10 കൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ 22. ഇങ്ങനെ താഴേക്ക് കൂട്ടി വരാം. ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് 35 കിട്ടണം. ഓക്കെ, അപ്പോൾ 22. അപ്പൊ ടോട്ടൽ 800 താഴെ കൂലി കിട്ടുന്ന 32 ആൾക്കാരെ, 22 ആൾക്കാരെ കമ്പനി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത് 900 താഴെ അല്ലെ, 900 താഴെ കൂലി കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട് മക്കളെ? സോ നമ്മൾ ആ 22ന് എന്ത് ചെയ്യുക? വീണ്ടും 8 കൊണ്ട് കൂട്ടുക. അപ്പൊ 22 + 8 30 അല്ലെ. ഇനി അടുത്തേതാ? 1000 താഴെ കൂലി കിട്ടുന്നല്ലേ. അപ്പൊ 1000 ബിലോ 1000 ഇടുക. 1000 താഴെ ഈ 5 കൂടി കൂട്ടുക. അപ്പൊ 30 + 5 എത്രയാ? 35. ഉത്തരം കറക്റ്റ് ആയില്ലേ? അപ്പൊ ടോട്ടൽ 35 പേരിലും ഏതാ 35 ആൾക്കാർക്കും 1000 താഴെയാണ് കിട്ടുന്നത്. അതിൽ തന്നെ 900 ആൾക്കാർക്ക് 30 താഴെ കൂലി ആൾക്കാർക്കാണ് 900 താഴെ കൂലി കിട്ടുന്നത്. 22 ആൾക്കാർക്കാണ് 800 താഴെ കിട്ടുന്നത്. 12 ആൾക്കാർക്കാണ് 700 താഴെ കിട്ടുന്നത്. 5 ആൾക്കാർക്കാണ് 600 താഴെ കിട്ടുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? സോ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഈ ഒരു ബോക്സ് വരച്ചാൽ അസെൻഡിങ് ഓർഡറിലുള്ള ഈ ഒരു ബോക്സ് വരച്ചാൽ മക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഒരു ബോക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകണം, നമ്മൾ ഇതിൽ ഓരോ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്താൽ പോവാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? എത്രാമത്തെ തൊഴിലാളിയുടെ കൂലിയാണ് നമ്മൾ മധ്യമമായിട്ട് എടുക്കേണ്ടതല്ലേ? 1 മാർക്ക് അതിന് കിട്ടുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ എ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, എ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇതിന്റെ മധ്യമ കൂലി അല്ലെ മീഡിയൻ വേജ് അല്ലേ നോക്കുന്നത്. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കാണാൻ നമ്മൾ എന്താ ചെയ്ത് മക്കളെ? ഒറ്റ സംഖ്യയാണെങ്കിൽ ആ സംഖ്യയോട് 1 കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ 2 കൊണ്ട് ഹരിക്കുന്നു. ഇരട്ട സംഖ്യയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഹരിച്ചിട്ട് 2 സംഖ്യകൾ കിട്ടും, അതിനെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കും. ഇതെല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത്. ഇവിടെ ഒറ്റ സംഖ്യ അല്ലേ 35 ടോട്ടൽ എണ്ണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 35നെ 1 കൊണ്ട് കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക അല്ലെ. സിമ്പിൾ. 36/2 എത്ര? ഉത്തരം 18. അപ്പൊ 18ാമത്തെ സ്ഥാനം, 18 എഴുതി 18ാമത്തെ അല്ലെ. 18ാമത്തെ സ്ഥാനത്തുള്ള ചെങ്ങായിയാണ് എന്ത്? മിഡിൽ ഏജ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി. 18th എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടത് 13ാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി സങ്കല്പ പ്രകാരം, അതായത് അസ്യൂംഡ് വേജസ് എത്രയാണെന്നാണ് ചോദിച്ചത് 13ാമന്റെ. അപ്പൊ നമുക്കൊരു സാങ്കല്പിക ഏജ് അല്ലേ കിട്ടേണ്ടത്, വേജ് അല്ലേ കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ 12ാമന് എത്ര രൂപ കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു? 700 രൂപ. അപ്പൊ ഞാൻ ഇവിടെ ബീന്റെ ആൻസർ എഴുതി തുടങ്ങാണ്. 12ാമന് ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? 700 അല്ലെ. 12ാമന് 700 രൂപ കിട്ടുന്നുണ്ട്. അത് നമ്മളിവിടെ കണ്ടെത്തി അല്ലേ. എവിടെ കണ്ടില്ലേ? 12ാമന് 700 രൂപ കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടെത്തി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 13ാമന് എത്ര കിട്ടുന്നതാണ്. ഇവിടെ 13ാമന്റെ കാര്യം പറയുന്നില്ലല്ലോ. പക്ഷെ എന്തുണ്ട്? 22ാമന് 800 കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. 12ാമന് 700 കിട്ടുന്നുണ്ട്, 22ാമന് 800 കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 12ന്റെയും 22ന്റെയും ഇടയിലല്ലേ ബാക്കി 13ാമനൊക്കെ ഉള്ളത്. 13ാമനും 14ാമനും 15ാമനും 16ാമനും 17ാമനൊക്കെ ഇവരുടെ ഇടയിലല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കുക. ഓക്കെ, ഇതൊരു പെൻസിലോട്ട് ചെയ്താൽ മതി. ഇതൊരു ബോക്സ് ആക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 12നും 22നും ഇടയിലാണ് നമ്മുടെ 13ാമനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 700നും 800നും ഇടയിലുള്ള ഏതോ ഒരു കൂലി ആയിരിക്കും നമ്മുടെ 13ാമന്. അക്കാര്യം ഉറപ്പല്ലേ? അത് ചിലപ്പോൾ 701 റുപ്യ ആവാം, അല്ലെങ്കിൽ 702 റുപ്യ ആവാം, അല്ലെങ്കിൽ 750 ആവാം, എന്തും ആവാം അല്ലെ. അപ്പോൾ ഈ 12ാമനും 22ാമനും ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ 700നും 800നും ഇടയിലുള്ള ഒരു കൂലിയാണ് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 13ാമന്റെ കൂലിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എഴുതുന്നു 13ാമന്റെ കൂലി അല്ലെ. നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ പൊതുവ്യത്യാസം കാണാം, ഡി. ഓക്കെ, പൊതുവ്യത്യാസം നിങ്ങൾ AP അരിത്മെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ പാഠത്തിൽ നിങ്ങൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തൊഴിലാളികളുടെ എണ്ണവും അതേപോലെ തൊഴിലാളികളുടെ കൂലിയും തമ്മിലുള്ള പൊതുവ്യത്യാസമാണ് കാണാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, 700നും 800നും ഇടയിലല്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ താഴെയുള്ള വലുത് താഴെയല്ലേ, ആ 800നെ മേലുള്ള ചെറുതിനെ കൊണ്ട് കുറയ്ക്കുക. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ തന്നെ ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഈ 800നെ 700നെ കൊണ്ട് കുറയ്ക്കുക. ബൈ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? താഴെയുള്ള കൂലി എത്രയാ? 22 അല്ലേ. 22നെ മേലുള്ള കൂലിയല്ല, സോറി, എണ്ണം. 22നെ 12 കൊണ്ടും കുറയ്ക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 800നെ 800 കൊണ്ട് കുറച്ചാൽ എത്രയാ മക്കളെ? 100 അല്ലേ. 100. ഇനി 22നെ 12 കൊണ്ട് കുറച്ചാൽ എത്രയാ? 10 അല്ലേ.
അല്ലെ? 22 12 കുറച്ചാൽ 10 ആണ്. അപ്പൊ നമുക്ക് 100/10 കിട്ടി. 0 കണ്ട് വെട്ടിപ്പോയാൽ ആൻസർ എത്ര കിട്ടി? 10. അപ്പൊ പൊതു വ്യത്യാസം ഇവരുടെ കൂലിയും അതേപോലെ തന്നെ ഇവരുടെ എണ്ണവും തമ്മിലുള്ള പൊതു വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞാൽ 10 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മളോട് കണ്ടുപിടിക്കാൻ 13ാമത്തെ ആളുടെ തുകയല്ലേ 12ാമൻ്റെത് 700 നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഈ 12ാമൻ കഴിഞ്ഞാൽ പൊതു വ്യത്യാസം 10 ആണ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് 12ാമന്റെ കൂലി 700 ആയതുകൊണ്ട് 700 പ്ലസ്. ശ്രദ്ധിക്കണേ, ഈ 700ാമന്റെ കൂലിയോട് നമ്മൾ ഇനി പൊതു വ്യത്യാസം എന്ത് ചെയ്യാൻ പോവാണ്? അങ്ങോട്ട് കൂട്ടാൻ പോവാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, പൊതു വ്യത്യാസം മൊത്തമായിട്ട് കൂട്ടരുത്, d/2. പൊതു വ്യത്യാസത്തിന്റെ പകുതിയെ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കണം. നേരെ 700 പ്ലസ് 10 710 എന്ന് എഴുതരുത്, അവിടെയാണ് തെറ്റുക. പൊതു വ്യത്യാസത്തിന്റെ പകുതിയെ കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ എത്രയാ? 700 പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ 700 പ്ലസ് എത്രയാ? d/2 എന്ന് പറഞ്ഞാൽ 10/2 അല്ലെ? d 10 അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ 700 പ്ലസ് 5. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5. സോ 705 ആണ് മക്കളെ ആരുടെ കൂലി? 13ാമന്റെ കൂലി. ഓക്കെ, 12ാമന്റെ 700 ആണെങ്കിൽ 12ാമന്റെ 700 ആണ്, 13ാമന് എത്ര കിട്ടുന്നതാണ്? 705 കിട്ടുന്നത് നമ്മൾ ഏകദേശം ഒരു കണക്ക് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. ഓക്കെ, ഇത്രയും സാധനം ചെയ്താൽ നമുക്ക് 2 മാർക്ക് കിട്ടി. കറക്റ്റ് അല്ലേ മക്കളെ? മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്ത് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് 13ാമന്റെ ആണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പൊ 12ാമനും 22ാമനും ഇടയിൽ, ഈ 2 സംഖ്യകൾക്കും ഇടയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളത് ബോക്സ് ആക്കി. എന്നിട്ട് നമ്മൾ അതിന്റെ പൊതുവ്യത്യാസം കാണാൻ വലുതൊന്ന് ചെറുതിലേക്ക് കുറച്ചു, ഇതൊന്ന് ഇതിലേക്കും കുറച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം കിട്ടി. ആ പൊതുവ്യത്യാസത്തിന്റെ പകുതിയോട് എന്ത് കൂട്ടി? 12ാമന്റെ കൂലി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 13ാമന്റെ കൂലി കിട്ടി. മനസ്സിലായല്ലോ? ഇത് ഇതേ പാറ്റേൺ സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇവിടെ ഇപ്പോൾ 15 ആണ്, 16ാമന്റെ കൂലിയാണ് നിങ്ങളോട് ചോദിക്കുക. ഇവിടെ 18 ആണെങ്കിൽ 19ാമന്റെ കൂലിയാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഇതേപോലെയാണ് പരീക്ഷയ്ക്ക് സെയിം മെത്തേഡാണ് ചോദിക്കുക. അപ്പൊ അത് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി മക്കളെ നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താ ചോദിച്ചത്? ദിവസക്കൂലിയുടെ മധ്യമം കണക്കാക്കാനല്ലേ? അപ്പൊ നമുക്ക് മധ്യമത്തിലുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്? സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ആദ്യം കണ്ടിച്ചു? 18ാമനാണ് മധ്യമ സ്ഥാനം അല്ലെ? സെൻട്രലുള്ള ആള് 18ാമനാണ്. അപ്പൊ ഈ ദിവസക്കൂലിയുടെ മധ്യം അല്ലെങ്കിൽ മീഡിയൻ വേജ് എന്ന് വെച്ചാൽ ഈ 18ാമന്റെ വേജ് അല്ലേ? അല്ലെ? 12ാമന്റെ വേജ് വരെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? 12ാമന്റെ അല്ല, 13ാമന്റെ വേജ് വരെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി 13ാമന്റെ വേജ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് 18ാമന്റെ വേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ മക്കളെ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. എന്താ വെക്കണ്ടേ? 18ാമന്റെ വേജ് നമ്മൾ എഴുതാൻ പോവാണ്. 18ാമന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് 13ാമന്റെ അറിയാം. എത്രയാണ് നമ്മൾ പഠിച്ചത്? 13ാമന്റെ വേജ് എത്രയാ? 705 അല്ലേ? അപ്പൊ 13ാമന്റെ എന്ത് കൂലി നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് മക്കളെ ഇനി 18ാമന്റെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? 18ാമന്റെ കാണാൻ 13 18ലേക്ക് എത്ര ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടാ? അത് കൂട്ടിയൊക്കെ ആദ്യം. 13ാമൻ കഴിഞ്ഞാൽ 14ാമൻ, 15ാമൻ, 16ാമൻ, 17ാമൻ, 18ാമൻ, ടോട്ടൽ 5ാമൻ അല്ലേ 18ാമൻ? അപ്പൊ 5 ആൾക്കാർ കൂടുതലുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18ാമന്റെ കൂലി കാണാൻ 13ാമന്റെ കൂലി 705 അല്ലേ? 705 പ്ലസ് 5. ഈ 5 എന്ന് പറഞ്ഞാൽ ഏതാണ്? 13 കഴിഞ്ഞാൽ 14 15 16 17 18 ഇങ്ങനെ കൂട്ടിയൊക്കെ എത്രാമനാണ്? ഇപ്പൊ 16ാമന്റെ ആണെങ്കിൽ 14 15 16 3 എഴുതിയാൽ മതി. ഇനി 20ാമനാണെങ്കിൽ എന്താണ്? 13 14 15 16 17 18 19 20 ഇവിടെ 7 എന്നായിരുന്നു. അപ്പോൾ എത്രാമനാണ്? എത്ര വ്യത്യാസം? നമുക്ക് ഇവിടെ കിട്ടിയ ആൻസറിന് എത്ര വ്യത്യാസമാണോ ഉള്ളത് ആ എണ്ണമാണ് നമ്മൾ ഇവിടെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ 5 എഴുതി. ഇനി ഇതിനെ നമ്മുടെ പൊതുവ്യത്യാസം കൊണ്ടാണ് ഗുണിക്കുക. ഓക്കെ, പൊതുവ്യത്യാസം എത്ര മക്കളെ? 10 അല്ലേ? അതുകൊണ്ടാണ് ഗുണിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസിൽ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ഹരണമാണ്, പിന്നെ ഗുണനാണ്. ഇവിടെ നമുക്കറിയാം ഗുണനാണുള്ളത്, ഹരണം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ ആൻസർ എത്രയാ? 705 പ്ലസ് എന്താണ്? 5 × 10 എത്രയാ? 50. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരിക? 755. ഇതാണ് നമ്മുടെ ഏതിന്റെ ആൻസർ? 18ാമന്റെ ആൻസർ, അതായത് ബി ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ദിവസക്കൂലിയുടെ മധ്യമം എത്രയാന്ന് വെച്ചാൽ എത്രയാ? 755 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മക്കളെ ഇതിന് ഉത്തരം കണ്ടെത്തുക. കിട്ടി. ഇനി മക്കളെ നമുക്ക് നമ്മുടെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യം ഒന്ന് പരിശോധിക്കാം. മോഡൽ എക്സാമിന് 3 ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. 3 ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞാൽ മീഡിയൻ പൊസിഷൻ കാണണ്ട, മധ്യമസ്ഥാനം കാണണ്ടെന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് 2 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് ഇതിന് ഉത്തരം കണ്ടെത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും കൂടെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താ? ഇതേപോലെ ഒരു കൂലി ഇല്ലേ? ഏതോ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ കൂലി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. മിക്കവാറും ഇതുപോലെ തന്നെയുള്ള ചോദ്യം തന്നെയായിരിക്കും ഇനി പബ്ലിക് എക്സാമിനും വരിക. എന്നിട്ട് ചോദിച്ചെന്താന്ന് വിചാരിച്ചാൽ 19ാമത്തെ സ്ഥാനത്തുള്ള ആളുടെ ഏകദേശം ഒരു അസ്യൂംഡ് വേജസിലെ ഒരു ഏകദേശമുള്ള കൂലി എത്രയായിരിക്കും എന്ന് ചോദിച്ചു. പിന്നെ അടുത്തെന്താ? മീഡിയൻ വേജ്, ഏറ്റവും സെൻട്രലുള്ള മധ്യമ സ്ഥാനത്തുള്ള ആളുടെ കൂലി എത്രയായിരിക്കും എന്ന് ചോദിച്ചു അല്ലെ? സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡിനെ ആദ്യം എന്ത് ചെയ്യുന്നു? ബോക്സ് വരയ്ക്കുന്നു അല്ലെ? അപ്പം ബോക്സ് വരയ്ക്കാം. ഓക്കെ, ബോക്സ് വരച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ 2 ബോക്സ് ആക്കുന്നു. ഡെയിലി വേജസ് ഫസ്റ്റ് എഴുതുന്നു, പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് എന്താണ്? വർക്കേഴ്സ്, ഈ 2 സാധനം എഴുതുന്നു. ഓക്കെ, തൊഴിലാളികളുടെ എണ്ണവും അതേപോലെ തന്നെ തൊഴിലാളികളുടെ കൂലി എഴുതുന്നു. ഇനി അടുത്തെന്താ? ബിലോ. നമ്മൾ പിരിയ വരത്തിന് ബിലോ ആദ്യം 900 അല്ലെ? അതായത് 900-ന് താഴെ കൂലി കിട്ടുന്നവർ എത്ര ഉണ്ട്? 5 എണ്ണം അല്ലെ? അത് എഴുതി. ഇനി അടുത്തെന്താണ്? 1000-ന് താഴെ കൂലി കിട്ടുന്നവർ അല്ലെ? 1000-ന് താഴെ എന്ന് എഴുതുക. അപ്പോൾ 5ഉം 7ഉം കൂടി കൂട്ടുക, എത്രയാ? 12 അല്ലെ? ഇനി അടുത്ത എത്രയാ?
1100 താഴെ കിട്ടുന്നവർ. വളരെ സിമ്പിൾ, പെട്ടെന്ന് ചെയ്യാം. 1100 താഴെ 12 6 കൂടി കൂട്ടുക, എത്രയാ? 18 അല്ലെ. പിന്നെ അടുത്ത എത്രയാ? 1200 താഴെ കിട്ടുന്നവർ 1200 പിന്നെ 10 കൂടി കൂട്ടുക, 18 10 കൂട്ടിയാൽ 28 അല്ലെ. പിന്നെ അടുത്ത 1300 താഴെ, നിങ്ങളൊക്കെ താഴെ അല്ലെങ്കിൽ ബിലോ എഴുതണം കേട്ടോ. 1300 താഴെ 15 കൂടി കൂട്ടുക, 28 15 കൂട്ടിയാൽ 43 അല്ലെ, 43. ഇനി അടുത്ത ലാസ്റ്റ് എത്രയാ? 1400 താഴെ, 1400 താഴെ ഈ 2 കൂടി കൂട്ടുക, 43 2 കൂട്ടിയാൽ 45. അതായത് ടോട്ടൽ 45 ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു കമ്പനിയിലുള്ളത്. ആ 45 ആൾക്കാർക്ക് കിട്ടുന്ന കൂലിയാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മക്കളെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ 19ാമത്തെ ജോലിക്കാരന് എത്ര കൂലി കിട്ടുമെന്നല്ലേ? സിമ്പിൾ ആണ്. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ 18 തന്നിട്ടുണ്ട് അല്ലെ. ഈ 18നും 28നും ഇടയിലല്ലേ 19ാമന്റെ സ്ഥാനം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സ് വരയ്ക്കുന്നു. ഈ 18ാമനും 28ാമനും ഇടയിലാണ് നമ്മുടെ 19ാമനുള്ളത്. അങ്ങനെയാണെങ്കിൽ 1100നും 1200നും ഇടക്കുള്ളൊരു കൂലിയായിരിക്കും അയാൾക്ക് കിട്ടുക അല്ലെ. അത് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാമാണ്. എ ക്വസ്റ്റ്യൻ എഴുതുന്നു. എ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 19ാമത്തെ ചെങ്ങായിന്റെ കൂലി എന്ന് നമ്മൾ പറയുന്നു അല്ലെ. 19ാമത്തെ വർക്കറിന്റെ കൂലി നമുക്കറിയില്ല അല്ലെ. പക്ഷെ നമുക്ക് 18ാമന്റെ അറിയാം. 18ാമന്റെ എത്രയാണ്? 18ാമന്റെ 1100 ആണ്. അത് നമുക്കറിയാം അല്ലെ. ഇവിടെ തന്നിട്ടുണ്ടല്ലോ 18ാമന്റെ 1100 ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇനി 19ാമന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കാണുന്നു. നേരത്തെ അതേമാതിരി തന്നെ എന്താ? ഡി കാണുന്നു അല്ലെ. പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 1200 കുറയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ വരച്ച കള്ളി അല്ലെ. ഇതിന്റെ ഇടയിലാണല്ലോ കൂലി. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു. 1200 മൈനസ് 1100 ബൈ എന്താണ്? ഈ വലുതെന്ന് ഈ ചെറിയ എണ്ണം കുറയ്ക്കുന്നു. 28 18 അല്ലെ. അപ്പൊ എത്ര ആൻസർ കിട്ടി? ഇവിടെ 1200 100 അല്ലെ. 1200 1200 കുറച്ചാൽ 100 ബൈ 10. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പൊതുവ്യത്യാസം എത്ര കിട്ടി? ഇതാണ് വെട്ടിക്കഴിഞ്ഞാൽ 10 ആൻസർ കിട്ടി. അപ്പൊ പൊതുവ്യത്യാസം 10 കിട്ടി അല്ലെ. അപ്പൊ ഡി = 10. ഇങ്ങനെ എപ്പോഴും 10 തന്നെ കിട്ടണമെന്നില്ല. നേരത്തെ 10 കിട്ടി. അപ്പൊ എപ്പോഴും 10 കിട്ടുന്നത് വിചാരിക്കേണ്ട. എന്നാലും കുറച്ചപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 10 കിട്ടിയത് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18ാമന്റെ 19ാമന്റെ കൂലിയല്ലേ നമുക്ക് കിട്ടേണ്ടത്? എത്ര കിട്ടുന്നത്? അപ്പൊ നമ്മൾ പൊതുവ്യത്യാസത്തിന്റെ പകുതിയോട് കൂട്ടണം അല്ലെ. 18ാമന്റെ 1100 നമുക്കറിയാം. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 18ാമന്റെ 1100 ആണ്. ഈ 1100നോട് d/2 അല്ലെ. d/2 എന്ന് പറഞ്ഞാൽ 1100 പ്ലസ് ഡി എത്രയാ? 10/2 സമം എത്രയാ മക്കളെ? 1100 പ്ലസ് 5. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5. അപ്പൊ എത്ര ആൻസർ? 1105 എന്നുള്ളതാണ് നമ്മുടെ എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിട്ടാണ്. ആ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 3 മാർക്കിന്റെ ചോദ്യം ഫൈൻഡ് ദ മീഡിയൻ ഏജ് അല്ലേ. ആ മീഡിയൻ ഏജ് നിങ്ങൾക്ക് ഈ ഉത്തരമൊക്കെ തെറ്റിയിട്ട് ഈ ബോക്സ് മാത്രം വരച്ചാൽ തന്നെ 1 മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും മീഡിയൻ ഏജ് അതിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ മീഡിയൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൻട്രലുള്ള അല്ലേ. അപ്പൊ സെൻട്രലുള്ള കണ്ടുപിടിക്കാൻ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എണ്ണത്തിന് ഒന്നുകൊണ്ട് കൂട്ടും. ഒറ്റ സംഖ്യ അല്ലേ? 45 അല്ലേ ടോട്ടൽ എണ്ണം. 45നെ എന്ത് ആദ്യം നമ്മൾ മീഡിയൻ ഏജ് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പൊ മീഡിയൻ അല്ലെങ്കിൽ മധ്യമോ ഏജ് അല്ല, മധ്യമോ എന്താ പറയുക കൂലി അല്ലെ, മീഡിയൻ വേജ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? 40 ബി ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത് 45 + 1/2. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഓടി നമ്പർ ആയതുകൊണ്ട് ഒന്നുകൊണ്ട് കൂട്ടുന്നു അല്ലെ. അപ്പൊ 46/2 എത്ര കിട്ടുന്നത്? 23. അപ്പോൾ 23rd പൊസിഷനുള്ള 23ാം സ്ഥാനത്തുള്ള മച്ചാനാണ് ഇവിടെ സെൻട്രലുള്ള മീഡിയൻ ഉള്ളത്. ഓന്റെ കൂലിയാണ് ഇവിടെ ചോദിച്ചത് അല്ലെ. 23rd പൊസിഷൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്. അപ്പോൾ മധ്യമ സ്ഥാനത്തുള്ള അതായത് മീഡിയൻ സ്ഥാനത്തുള്ള 23ാമനാണ് ഓന്റെ കൂലി എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഏതുവരെ കിട്ടി? 19ാമന്റെ കൂലി വരെ നമുക്ക് കിട്ടി. 19ാമന്റെ കൂലി എത്രയാ? 1105 അല്ലേ അല്ലെ. 19ാമന്റെ കൂലി 1105. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 19th 1105 ആണ്. നമുക്കിനി കാണേണ്ടത് 23ാമന്റെ കൂലിയാണ് അല്ലെ. 23ാമന്റെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 23ാമനിലേക്ക് എത്ര ഉണ്ട് നോക്കുക. അപ്പൊ നമ്മളിവിടെ ആദ്യം എഴുതുകയാണ് എന്ത്? 1105 പ്ലസ്. ഓക്കെ, ഇനി 23ാമനിലേക്ക് 19 എത്ര ഉണ്ടാക്കാം? 20 21 22 23 4 അല്ലേ. അപ്പോൾ 1105 + 4. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാ? ഡി എത്രയായിരുന്നു മക്കളെ? 10 അല്ലേ. ഇവിടെ നമുക്ക് കിട്ടില്ലായിരുന്നു 10 × 10. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ മാതിരി ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 1105 + 4 × 10 എത്രയാ? 40. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി എത്രയാ? 1145. ഈസി അല്ലേ? 2 ഉത്തരം കിട്ടിയില്ലേ? ഒന്നാമത്തെ ഉത്തരം 1105, രണ്ടാമത്തെ ഉത്തരം 1145. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മീഡിയൻ ഏജ് സ്ഥാനം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 23rd. ഓക്കെ, അത് ചോദിക്കുക. ചിലപ്പോൾ നേരത്തെ 3 ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ആൻസർ ഇതായിരിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇനി വരാനുള്ള ഹിന്ദിയാണ്. എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഫിസിക്സ് ഉണ്ടല്ലേ, അതിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. ചാനൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.